ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആദിൻ്റെ സുന്നത്ത് കല്യാണത്തിൻ്റെ സൽക്കാരാണ്. സൽക്കാരത്തിന് അളിയനും ബാനും അളിയൻ്റെ ഇനിയിപ്പം അളിയൻ്റെ പെങ്ങന്മാരും മക്കളൊക്കെ വന്നിരുന്നു കേട്ടോ. പെങ്ങന്മാരിൽ നിന്ന് കുറേ കാലത്തിന് ശേഷമായിട്ട് അവരൊക്കെ വരുന്നത്. പെങ്ങന്മാരും മക്കളൊക്കെ അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഫുഡൊക്കെ ഉണ്ടാക്കി ഏകദേശമൊക്കെ ഫുഡൊക്കെ സെറ്റാക്കിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയത് കടായി, ചിക്കൻ കടായിയും പിന്നെ കാട ഫ്രൈയും ബീഫ് ഫ്രൈയും പിന്നെ നെയ്ച്ചോറും ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സാലഡും ഇതൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് രാവിലെ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ബീഫ് വരട്ടിയതാണ് കേട്ടോ. ബീഫ് ഫ്രൈ ആക്കാണ്. അതിനുള്ള സാധനങ്ങളും ഇൻഗ്രീഡിയൻസൊക്കെ ഞങ്ങൾ ഇട്ടിട്ട് കുക്കറിൽ വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ആട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ബീഫാക്കിയത് കുക്കറിൽ വെച്ച് അടുത്തത് ഞങ്ങൾ കാട ഫ്രൈ ആണ്. കാട ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല ഒക്കെ സെറ്റാക്കാണ്. അതൊക്കെ സെറ്റായി കഴിഞ്ഞ ശേഷം അത് ഞങ്ങൾ കുക്കറിൽ വെച്ച് കടായിക്കുള്ള ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പൊരിച്ചിട്ട് കടായിക്കുള്ളത് സെറ്റാക്കണം. കടായിക്കുള്ള ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം. അതൊന്ന് കുക്ക് ചെയ്യണം. അതിനൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഞങ്ങൾ ഉള്ളി തക്കാളി ഇതൊക്കെ കടായിക്കുള്ളത് സെറ്റാക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് സൽക്കാരമൊക്കെ എന്ന് പറയാൻ കേട്ടോ. സുന്നത്ത് സൽക്കാരമൊക്കെ ഉണ്ടോ? അടുത്ത ചടങ്ങുകളും കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിതിന് ശേഷം ഞങ്ങൾ മന്തി ഓർഡർ ആക്കിയിരുന്നു. മന്തി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ടൈം ഉണ്ടാവില്ല വെച്ചിട്ട് ഞങ്ങൾ മന്തി പുറത്തുനിന്ന് വാങ്ങി. മന്തി ഇപ്പം കടായിക്കുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഓൾറെഡി പൊരിച്ച് വെച്ചു. പിന്നെ അതിന് ശേഷം ഓട്ടോയിലേക്ക് ഞങ്ങൾ മത്തി വാങ്ങിയിരുന്നു. ആ തട്ടക്കറി ആക്കിയത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ റെസിപ്പീസ് കാട കുക്കർ കൂക്കിയതിന് ശേഷം ഞങ്ങൾ ഉരുളിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബീഫൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രൈ ആക്കി പിന്നെ 1:30 തന്നെ എല്ലാവരും എത്തി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ.